ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന്. അത്രയധികം പ്രാധാന്യം നൽകുന്ന എപ്പിസോഡുകളാണ് ഈ ആഴ്ചയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അർജുനും അഞ്ജലിയും പത്മിയൊക്കെ വലിയ വലിയ പ്രതിസന്ധികളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ കണ്ടത് അർജുൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് എന്നറിഞ്ഞിട്ട് തകർന്ന് നിൽക്കുകയാണ് നമ്മുടെ അഞ്ജലിയും. അതുപോലെ തന്നെ പത്മിയും ഇത് കേട്ടാകെ ഷോക്കഡായിട്ട് നിൽക്കുന്നു. ഇതേ സമയം നമ്മുടെ അർജുൻ കാവ്യയുടെ കഴുത്തിൽ എങ്ങനെ താലി കെട്ടാതെ ഇരുന്ന് രക്ഷപ്പെടണം, അതിനൊപ്പം തന്നെ നമ്മുടെ അഞ്ജലിയെയും രക്ഷിക്കണം. അതാണ് നമ്മുടെ അർജുൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അതായത് മുമ്പിൽ ഒരു പഴുതുകളും ഇല്ല കേട്ടോ രക്ഷപ്പെടാനായിട്ട്. അർജുൻ എത്ര ആലോചിച്ചിട്ടും എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല. കാരണം കയ്യിൽ മൊബൈലില്ല, വണ്ടിയുടെ കീ ഇല്ല, ഒന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ആരുമില്ല. അങ്ങനെ അത് ചുറ്റും ഗുണ്ടകൾ, കാർത്തികിൻ്റെയും കുറുപ്പിൻ്റെയും ഗുണ്ടകളും കൂടെ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഒരു വഴിയില്ലാത്ത ഒരവസ്ഥയിൽ അവസാന പഴുത് എന്ന നിലയിലാണ് നമ്മുടെ അർജുൻ പറയുന്നത്. അതായത് മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അർജുൻ പറയും, എനിക്ക് ബാത്റൂമിലേക്ക് പോകണം എന്നൊരു ഐഡിയ ആ ഒരു സമയത്ത് മനസ്സിൽ വരും. അങ്ങനെ ബാത്റൂമിലേക്ക് എന്നാൽ പോയിട്ട് വാ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വീക്കിലൊക്കെ എപ്പിസോഡുകളൊക്കെ അവസാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് വളരെ നല്ലൊരു എപ്പിസോഡാണ്. നമുക്കതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ആദ്യം കാണുന്ന സീന് തന്നെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന സീനാണ്. അതായത് അർജുനെയും കൂട്ടി കാർത്തിക് ബാത്റൂമിലെത്തും. എന്നിട്ട് നമ്മുടെ അർജുനെ ബാത്റൂമിൽ കയറി അളിയാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പുച്ഛഭാവത്തോട് കൂടിയിട്ട് കാർത്തിക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു സമയത്ത് കാർത്തിക് കൂട്ടുകാരോട് പറയും, നിങ്ങൾ ആ പുറത്ത് കയറുന്ന വാതിലിൻ്റെ അവിടെ പുറത്തേക്ക് നിന്നോ, ഞാൻ മതി, എനിക്ക് അളിയുന്നതൊക്കെ ഞാൻ മതിയാകും എന്ന രീതിയിൽ കാർത്തിക് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിയൊരു അവസരമായിട്ട് നമ്മുടെ അർജുന് മാറുകയാണ്. കാരണം കാർത്തിക് മാത്രം ബാത്റൂമിനും പുറത്ത് നിൽക്കുകയാണ്, കൂട്ടുകാരൊക്കെ വെളിയിൽ നിൽക്കും. അപ്പോൾ വെളിയിൽ നിന്ന് വെച്ചാൽ കുറച്ച് വാതിലിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ അർജുൻ ബാത്റൂമിൽ കയറും, വാതിലടയ്ക്കും കേട്ടോ. അങ്ങനെ അർജുൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാവൽ പോലെ കാർത്തിക് നിൽക്കും. ഇങ്ങനെയാണ് ആദ്യം കാണുന്നത്. പിന്നീട് കാണുന്ന സീനുകൾ നമ്മുടെ അഞ്ജലി പത്മിയും തമ്മിലുള്ള സീനുകളാണ്. അവിടെ വെച്ച് അഞ്ജലി ഇങ്ങനെ പറയുകയാണ്, രാജീവിൻ്റെ വിവാഹമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പത്മയ്ക്ക് ഷോക്കാവും. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ അഞ്ജലി പറയും, അത് നിൻ്റെ ഒരു വിശ്വാസമാണ്, എന്താണെങ്കിലും രാജീവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്, ഇല്ലെങ്കിൽ ഇത്രയധികം സമയമായിട്ട് വരാതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വേറെ ആരൊക്കെയാണ് എടുത്തത്, എനിക്ക് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, രാജീവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണെന്ന് അഞ്ജലി പറയും. അപ്പോൾ പത്മ പറയും, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി ചോദിക്കും, അതെന്താ നിനക്ക് ഇത്ര ഉറപ്പെന്ന് പറയും. ഉറപ്പ് എന്ന് ചോദിക്കും. അപ്പോൾ പത്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അർജുനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അഞ്ജലിയോട് അത് തുറന്നു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അഞ്ജലിയുടെ പത്മ പറയും, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാജീവേട്ടനെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത്രയധികം ചേച്ചീനെ ഇഷ്ടമാണ്, അഞ്ജലി ചേച്ചീനെ ഇഷ്ടമാണ്, ഒരിക്കലും നമ്മുടെ രാജീവേട്ടനെ ചതിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴും അഞ്ജലി അതൊന്നും വിശ്വസിക്കില്ല. അഞ്ജലി പറയും, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട, എന്താണെങ്കിലും രാജീവിൻ്റെ വഴിക്ക് ഇനി നമ്മൾ രാജീവിനെ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നേരത്തെ എത്തിയേനെ, എന്താണെങ്കിലും രാജീവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്നും നല്ല രീതിയിലല്ല. എന്താണെങ്കിലും നിന്നെ ഉടനെ ജാഫർ സാറ് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിന്ന് വൈകിട്ട് ഈവനിങ്ങിന് മുമ്പ് എത്തിക്കും, നീ എന്തായാലും സ്കൂട്ടറിൽ കയറാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പത്മയ്ക്കും ആകെ ടെൻഷനും വിഷമൊക്കെയും. പത്മ പറയുന്നുണ്ട് ഇതിനിടയിൽ, ചേച്ചി എന്തോ ഒരു വലിയ ചതി സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരിക്കലും രാജീവേട്ടൻ ഇങ്ങനെ ചെയ്യില്ല, ഉറപ്പായിട്ട് എന്തോ ചതി സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി പറയും, അതെന്തെങ്കിലും ആട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, രാജീവിന് ഫോൺ വിളിച്ച് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. അതൊന്നും അല്ല, ഇത് ഉറപ്പായിട്ടും രാജീവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്, ഇനി നിന്നെ സംരക്ഷിക്കേണ്ട എൻ്റെ കാര്യമാണ്, അത് വേറെ ആരെയും ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
അഞ്ജലി പത്മയോട് സ്കൂട്ടറിൽ കയറാൻ പറയും. അതായത് സ്കൂട്ടറിൽ കയറിയിട്ട് പോകാനായിട്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോകും കേട്ടോ. ഈ ഒരു സമയം നമുക്കറിയാം കാർത്തിക്കിൻ്റെ ഗുണ്ടകൾ ആ ഒരു സമയം ചുറ്റുമുണ്ട് കേട്ടോ. അവർ ആ സമയം കാർത്തികിനെ വിളിച്ച് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്നും കാട്ടുന്നില്ല. പക്ഷെ അവർ ഫോളോ ചെയ്തിട്ട് പോവുകയാണ്. അഞ്ജലിയുടെയും പത്മയുടെയും പുറകെ അവർ സ്കൂട്ടർ എടുത്ത് പോകുമ്പോൾ അവർ പുറകെ ഫോളോ ചെയ്ത് പോകും കേട്ടോ. എന്താണെങ്കിലും പിന്നീട് കാണുന്ന സീൻ എന്ന് വെച്ചാൽ, അപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ കാർത്തിക് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അർജുൻ്റെ ഒരു വിവരവുമില്ല. സമയമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുനാണ് ബാത്റൂമിന് വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അളിയോ കഴിഞ്ഞില്ല, അളിയോ വാതിൽ തുറക്കളിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടും. ഈ ഒരു സമയം പെട്ടെന്ന് ചാടി നമ്മുടെ അർജുൻ അങ്ങ് വാതിൽ തുറന്നിട്ട് നമ്മുടെ കാർത്തികിനെ ഇടിച്ച് ആ ബക്കറ്റ് എടുത്ത് തലയിലേക്ക് വെച്ചിട്ട് ഉണ്ടോന്ന് ഇടിയൊക്കെ ഇട്ടാൻ കൊടുക്കും. അപ്പോൾ പെട്ടെന്നൊരു ഷോക്കിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ആകെ കാർത്തിക് അങ്ങ് ആകെ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പുള്ളി അങ്ങനെ കാർത്തിക് ഇങ്ങനെ വീണങ്ങ് പോവും. ആ ഒരു സമയം, ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അർജുൻ ഓടി അങ്ങനെ രക്ഷപ്പെടാനായിട്ട് പോകും. ഓടി പുറത്തേക്ക് പോകുമ്പോഴതാ നിൽക്കുന്ന ഗുണ്ടകൾ, അതായത് കാർത്തികിൻ്റെ കൂട്ടുകാർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ അവർ 3-4 ഗടാഗടീയന്മാരായ 3-4 പേര് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ സൈഡിലൊരു ഡോറ് കിട്ടും. അപ്പോൾ ഇതുവഴി വേഗം അവരറിയാതെ ഓടി രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ ഈ സമയം ബക്കറ്റ് തലയിലായതിൻ്റെ ഒരു അവസ്ഥയിലാണ് കാർത്തിക്കുള്ളത് കേട്ടോ. അപ്പോൾ അവൻ അതൊക്കെ വലിച്ചു പറിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഗുണ്ടകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവന്മാരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അപ്പുറം നിൽക്കുകയാണേ. അപ്പോൾ ഗുണ്ടകളോട് പറയും, അവന് ഓടി രക്ഷപ്പെടും, നിങ്ങൾ വേഗം പുറകെ ചെല്ലുന്ന പറഞ്ഞ് അലറും കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ വേഗം അർജുനെ തപ്പി പുറകെ പോവുകയും ചെയ്യും. പിന്നെ കാട്ടുന്ന ഒരു സീനാണ് നമ്മളെ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഈ അർജുൻ അഞ്ജലി ബന്ധത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. കാരണം അമ്പലത്തിൽ ഇങ്ങനെ ഗണപതിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ജിമ്മാണ് തുടങ്ങിയിരിക്കുന്നത്. ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണേ, ജിമ്മിൽ ഇഷ്ടംപോലെ ആളുകൾ പറഞ്ഞ് മെമ്പർഷിപ്പ് എടുക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജിമ്മിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ ആ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ കഥകളൊക്കെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മുടെ അർജുൻ ഈ സമയം മറ്റവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പം ഈ ജിമ്മനുമായിട്ട് ഒരു ഇടി ഇടിക്കും. ഈ ജിമ്മെന്ന് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ജിമ്മിൻ്റെ ഓണറാണ് കേട്ടോ, പുള്ളി ഒരു ജിമ്മൻ തന്നെയാണ്. അപ്പം അർജുൻ വന്ന് പുള്ളിയായിട്ട് ഒരു ഇടി ഇടിച്ചിട്ട് അങ്ങ് കടന്നു പോകും കേട്ടോ. കടന്ന് കുറച്ച് പോവില്ല, അർജുൻ അവിടെ ചെന്ന് നിൽക്കും. ആ ഒരു സമയം പുള്ളി ഇങ്ങനെ ഒരു 2 റൗണ്ട് വട്ടം കറങ്ങി പോകും. അപ്പോഴത്തേനും അയാൾ ചോദിക്കും, താനിത് എവിടെ നോക്കിയാണോ പോകുന്നതെന്ന് അർജുനോട് ചോദിക്കും. അപ്പോൾ അർജുൻ സോറി പറയും, അയ്യോ സോറി ചേട്ടാ, ഞാൻ വലിയൊരു ആപത്തിലേ ഉള്ളത്, അതുപോലെ തന്നെ 2 പേര് ജീവന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്, അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് ചേട്ടാ ഉള്ളതെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അങ്ങ് പോകും. അപ്പം നമ്മുടെ അർജുൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് പുള്ളി ഇങ്ങനെ ആലോചിക്കും, കുഴപ്പമില്ല, തട്ടിയെങ്കിലും അവനൊരു സോറിയൊക്കെ പറയാനുള്ള മനസ്സുണ്ടല്ലോ, കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരനാണ്, അവനെ നമുക്ക് എൻ്റെ ജിമ്മിൽ ചേർക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം ഈ ഒരു സമയം അങ്ങനെ അങ്ങ് പോകും. അപ്പം ഇതേ സമയം തന്നെ അഞ്ജലിയും പത്മയും കൂടി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ടോക്ക് ചെയ്യുന്നുണ്ട്, അർജുൻ വരാത്ത കാര്യമൊക്കെ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ആരെയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട കാര്യമില്ല, അപ്പോൾ ഇത്രയും ദൂരം എങ്ങനെ പോകും എന്ന് പത്മ ചോദിക്കും. അഞ്ജലി പറയും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് ട്രെയിന് പോകാം, അഥവാ ട്രെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബസ് എപ്പോഴും ഉണ്ട്, ബസ്സിന് പോകാം എന്ന് അഞ്ജലി പത്മയോട് പറയും കേട്ടോ. ഈ സമയം എല്ലാം ഗുണ്ടകൾ അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ അത് കാണുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് എപ്പോഴും ഇവരെ ഫോളോ ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. ബൈക്കിനും ജീപ്പിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും അഞ്ജലിയും പത്മയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നടക്കുന്ന സീനുകൾ ശരിക്കും ആകെ പ്രശ്നമാകുന്ന സീനുകളാട്ടോ പിന്നെ നടക്കുന്നത്. അതായത് ഇതേ സമയം തന്നെ അവിടെ മണ്ഡപത്തിൽ പതുക്കെ പ്രശ്നം തുടങ്ങി കേട്ടോ. അതായത് കാവ്യയും അർജുൻ വരുന്നത് കാത്തിട്ട് കുറുപ്പും കാവ്യയും എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ കാത്തിരുന്നിട്ട് ഇതുവരെയായിട്ടും അർജുൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അവരുടെ മുഖത്തല്ലേ ഇപ്പോൾ ഒരു ടെൻഷനുണ്ട്, ഇത്ര നേരമായിട്ട് എന്താണ് വരാത്തത് എന്ന് ആലോചിച്ചുകൊണ്ട് അവർ നിൽക്കുക. അപ്പോൾ ഈ ഒരു സമയം കാർത്തിക് ഓടിക്കതിച്ച് വരികയാണ്.
എന്നിട്ട് കാർത്തിക് ഓടിക്കഴിച്ച് വന്നിട്ട് പറയും, അച്ഛാ അവൻ കടന്നു കളഞ്ഞു അച്ഛാന്ന് പറയും. അപ്പോഴത്തേനും എല്ലാവരും ഷോക്കഡായി പോകും. കുറുപ്പും കാവ്യയും രാഘവനുണ്ണിയും അനുപമയും എല്ലാവരും അവിടെ നിന്നവരെല്ലാം ആകെ ഷോക്കഡായി പോകും. എന്നിട്ട് കാർത്തിക് പറയും, അവൻ എന്നെ ബാത്റൂമിൽ കയറി വെച്ച് അവൻ പുറത്തിറങ്ങി, അവൻ കടന്നു കളഞ്ഞു വെച്ചാൽ, അവൻ രക്ഷപ്പെട്ടു പോയച്ചാന്ന് പറയും. അപ്പോഴത്തേനും കുറുപ്പാണെങ്കിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും, എന്താടാ നീ ഈ പറയുന്നത്? അപ്പോൾ നമ്മളെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണിയുടെ നേരെ കുറുപ്പ് തിരികെയാണ് കേട്ടോ. ഇത്ര അധികം ദേഷ്യത്തോടെ ഒരിക്കലും കുറുപ്പ് സംസാരിച്ചിട്ടില്ല. ഈ ഒരു സംഭവം വന്നതോട് കൂടിയിട്ട് കുറുപ്പും രാഘവനുണ്ണിയും തമ്മിൽ തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ കുറുപ്പ് ആകെ ദേഷ്യപ്പെട്ട് രാഘവനുണ്ണിയോട് പറയാണ്, താനും തൻ്റെ മകനും കൂടി എന്നെയും എൻ്റെ മോളെയും ചതിച്ചല്ലേടോ എന്ന് പറഞ്ഞിട്ട് ചെല്ലും. അപ്പോഴത്തേനും രാഘവനുണ്ണി അങ്ങ് എന്താ പറയുക, വല്ലാത്ത ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അനുപമയോട് പറയും, രാഘവനുണ്ണി പറയും, മോളെ അവൻ നമ്മളെ ചതിച്ചല്ലോ മോളെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം സീനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം അവർ തമ്മിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് രാഘവനുണ്ണിയും കുറുപ്പും തമ്മിൽ. അതായത് കുറുപ്പാണെങ്കിൽ പൊട്ടിത്തെറിയുന്ന അവസ്ഥയിൽ നിൽക്കുക, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ്, എൻ്റെ മോളെ ചതിച്ചാണ്. അപ്പോൾ കാവ്യയും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. അർജുൻ്റെ താലി തൻ്റെ കഴുത്തിൽ വീഴുന്നതും കാത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്ന കാവ്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പൊട്ടിത്തെറിച്ച് വെക്കും. പുള്ളിക്കാരി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോണ പോലെ അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. അപ്പോഴത്തേനും കുറുപ്പ് മോളെ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും. അപ്പോഴത്തേനും കാവ്യ പറയും, എന്തിനാണ് അച്ഛൻ എന്നെ ഈ വിഡ്ഢിവേഷം കെട്ടിച്ചത്? ഈ രാഘവനുണ്ണി അങ്കിളിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ അർജുനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും, അനുപമയാണെങ്കിലും രാഘവനുണ്ണിയാണെങ്കിലും നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ അർജുനെ കൺവിൻസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഡ്ഢിവേഷം ഞാൻ കെട്ടിയത്. എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത്? ഉഗ്രപ്രതാപിയായ, അത് ശംഖചക്ര തറവാടിൻ്റെ ഉഗ്രപ്രതാപിയായ രാഘവനുണ്ണി അങ്കിൾ ഇതിന് മറുപടി പറയണമെന്ന് കാവ്യ പറയുകയാണ്. അപ്പോൾ രാഘവനുണ്ണി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പുള്ളിയാണെങ്കിൽ പറഞ്ഞു, സോറി മോളെ, ഞാൻ എൻ്റെ മനസ്സോ അറിവോ കൂടിയിട്ടല്ല, അതായത് ഞാൻ നിനക്കൊരു വാക്ക് തരികയാണെന്ന് പറയും. അതായത് എൻ്റെ മകൻ അർജുൻ രാഘവനുണ്ണി നിൻ്റെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറയുമ്പോഴത്തേനും അപ്പോഴത്തേനും കുറിപ്പ് പറയും, വാക്കല്ല കോപ്പാണെന്ന രീതിയിൽ പുലി എന്തൊക്കെയോ പറയാനായിട്ട് വരും, മോശമായ കുറേ വാക്കുകളൊക്കെ പറയാനായിട്ട് വരുന്നത്, പക്ഷെ പറയില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ ആകെ സീനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം വേറൊരു സംഭവം കൂടി അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ജിമ്മൻ ഉണ്ടല്ലോ, ആ ജിമ്മൻ ഇങ്ങനെ അർജുൻ തട്ടിയിട്ട് പോയൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കാർത്തികിൻ്റെ കുണ്ടുകൾ ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. അവരും തമ്മിലൊരു ക്ലാഷ് ഇടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരുമായിട്ട് ചെറിയൊരു വെർസലിൻ്റെ ഒരു വഴിവെക്കിലെത്തിയിട്ട് കാർത്തിക ടൈം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളീ പറഞ്ഞ മണ്ഡപത്തിന് മുമ്പുള്ള സീനുകളാണ് അത്. അപ്പം കാർത്തിക അവിടെ ഉണ്ട്, അവർ അവസാനമായിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് അവരങ്ങ് പോകും. അപ്പോഴത്തേനും ഈ ജിമ്മൻ ഇങ്ങനെ പറയും, അത് ജിം ഓണർ പറയും, ഓ ഇവന്മാരെല്ലാം നല്ല ഇടിക്കട്ടകൾ തന്നെ, നല്ല ജിമ്മന്മാർ തന്നെ, പക്ഷെ ഇവന്മാർക്കൊരു മര്യാദയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ സീനൊക്കെ അവിടെ നടക്കുന്നു. അപ്പം അതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുനാണെങ്കിൽ പുറത്തേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ അർജുൻ്റെ കയ്യിൽ രക്ഷപ്പെടാനായിട്ട് ഒരു വഴികളുമില്ല. അതായത് ഒരു കാറില്ല, പോകാനായിട്ട് പണമില്ല, ഫ്രണ്ട്സ് ആരും പുറത്തില്ല, ആകെ പെട്ട അവസ്ഥയിലാണ് നമ്മുടെ അർജുനുള്ളത്. അപ്പോൾ ഇങ്ങനെ അർജുൻ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അതായത് നമ്മുടെ ജിമ്മിൻ്റെ ഓണറായിട്ടുള്ള പുള്ളിയുടെ ജീപ്പ് കൊണ്ട് അവിടെ വരും, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന രീതിയിൽ. അപ്പോൾ അർജുൻ പുള്ളിയോട് ഇങ്ങനെ ജീപ്പിന് കൈകാട്ടി നിർത്തിയിട്ട് പറയും, അതെ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ അപ്പുറേ ജംഗ്ഷൻ വരെ ഒന്ന് വിട്ടാൽ മതി എന്ന് പറയും. അപ്പോഴത്തേനും ജിമ്മൻ നോക്കട്ടെ, അങ്ങനെ മനസ്സോടെ കുറച്ച് സംസാരമൊക്കെ അവർ തമ്മിലുണ്ടാവും. ആ ഒരു സമയത്താണ് കേട്ടോ അർജുൻ പറയുന്നത്, അതായത് ഞാനൊരു പെട്ടാവസ്ഥയിലാണ് ഉള്ളത്, എന്നെ ഒന്ന് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റുള്ളൂ, അതുപോലെ തന്നെ 2 പേരുടെ ജീവൻ അപകടത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് നമ്മുടെ അർജുൻ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ജിമ്മൻ നമ്മുടെ അർജുനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക ചെയ്യും കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന സീനുകൾ വലിയൊരു കയ്യാങ്കളിയിലേക്ക്, അതായത് രാഘവനുണ്ണി സാറിൻ്റെ ഒരു പുള്ളിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സീനാണ് കേട്ടോ. കാരണം കുറുപ്പ് പറയുകയാണ്, എടോ താൻ കാവ്യയുടെ കാര്യത്തിൽ താൻ പറഞ്ഞ വാക്ക് തനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല, അതൊരിക്കലും ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, എനിക്ക് തന്നോടുള്ള വിശ്വാസമൊക്കെ പോയി,
പക്ഷെ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും കാവ്യയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ. ഇനി കാർത്തിക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, അതായത് കാർത്തിക് പത്മ കേസിൽ തോൽവി അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളെല്ലാവരും കൂടെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അതായത് നിങ്ങളെ രാഘവനുണ്ണി ഉൾപ്പെടെയുള്ളവരെ തീർത്ത് കളയും. കുറുപ്പിൻ്റെ വേറൊരു മുഖം കാണേണ്ടി വരും. അതായത് ശംഖുചക്രം തറവാട് കത്തിച്ച് കളഞ്ഞിട്ട് രാഘവനുണ്ണി എല്ലാവരെയും കൊന്നു കളയും എന്ന് കുറുപ്പ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കഡായിട്ട് രാഘവനുണ്ണി നിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം പോലെയല്ല, ഉഗ്രപ്രതാപിയായ രാഘവനുണ്ണി അല്ല ഇപ്പോഴുള്ളത്. ആകെ പെട്ടുപോയൊരു രാഘവനുണ്ണിയാണ്. കാരണം അർജുൻ കാവ്യ വിവാഹം നടത്താനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇനി കാർത്തിക്കിൻ്റെ കേസിൽ തോൽവി അറിഞ്ഞു കഴിഞ്ഞാൽ മരണം കൂടി കാത്തിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കാട്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.